നമ്മൾ ആദ്യത്തെ ആ മൃഗത്തെ സ്പോട്ട് ചെയ്തു. ഇതെന്താ മ്ലാവാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടോ അതോ ഡിപ്രഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റൂട്ട് വരാൻ നിൽക്കരുത്. അത് കൂടത്തേ ഉള്ളൂ. ഒരു വല്ലാത്തൊരു ഭീകര സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ റൂട്ടിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷെ അത് എവിടെ നിന്നാണ് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് കിന്നക്കോരയാണ്. കിന്നക്കോരയല്ല, കിന്നക്കോരയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ചൂർ എന്ന് പറഞ്ഞൊരു ടൗണിലാണ് ഉള്ളത്. നമ്മളെ റൂം റെഡി ആയിട്ടില്ല. ഇതിപ്പോൾ ഗേറ്റ് അടച്ചതുകൊണ്ട് നമുക്ക് ഹോട്ടലിലേക്ക് കയറാനും പറ്റാത്ത അവസ്ഥയുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ടായില്ല. പുറത്ത് നിന്നപ്പോഴാണെങ്കിൽ ആ കാട്ടുപന്നി, നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഒരു കാട്ടുപന്നി വന്നിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, 2 പേര്. നമ്മളിപ്പോൾ പേടിച്ചൊരു വീടിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഉണ്ടായത്. ഇവർക്കൊന്നും ഒട്ടും പേടിയില്ല കേട്ടോ. ഇവർ ഒന്നും ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാമല്ലോ. നമ്മളെ നാട്ടിൽ ഇത് ഇറങ്ങിയാൽ എല്ലാവരും ഉപദ്രവിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ആ ഒരു പേടിയിലാണ് ഉള്ളത്. എൻ്റെ ബൈക്കിൻ്റെ അവിടെ നിന്ന് ഇതങ്ങ് ചുറ്റി കറങ്ങുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിൽ എൻ്റെ ബൈക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുത്തിയിടാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് മെല്ലെ അത് പോകുന്നുണ്ട്. എന്താ സംഭവിക്കുക പറയാൻ പറ്റില്ല. ഒന്ന് കുത്തിയിടാൻ നോക്കി, പക്ഷെ നല്ല വെയിറ്റില്ല വണ്ടി കൊണ്ടൊന്നും നടന്നില്ല. എന്താ സാർ തമിഴ് വായിക്കറിയോ? അറിയാം സാർ. അത് വായിക്കേ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ. അപ്പോൾ നമ്മൾ റൂമൊക്കെ സെറ്റാക്കി നമ്മൾ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴവിടെ നമ്മളെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നല്ല അമ്പലം. അപ്പോൾ അതൊക്കെ വരുന്ന വഴിക്ക് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണുള്ളത്. അപ്പം ഇന്ന് എന്തായാലും കിന്നക്കോരെ പോകാൻ പ്ലാനില്ല. ഇന്ന് ആദ്യം കിന്നക്കോരെ പോകുന്ന റൂട്ടിൽ കുറച്ചൊന്ന് പോയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ രാവിലെ കിന്നക്കോരെ പോകാനുള്ള പ്ലാനാണുള്ളത്. വൈകുന്നേരം ഇവിടെ നല്ല കോടയാണ് ഇപ്പം. പ്രത്യേകിച്ച് അതിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ കിന്നക്കോരെ പോകണ്ട, നാളെ പോയാൽ മതി. നാളെ രാവിലെ അതാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല കുറേ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഇപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ ഒരാൾ നമ്മളെ വിളിച്ചു. അതെന്തിനാണ് അറിയില്ല, പോയി നോക്കാം. അല്ല അല്ല ചുമ്മാ കറങ്ങരുത്. ആ അപ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടായത് നമ്മൾ ഊട്ടി പോകാൻ പറ്റാതെ ഇങ്ങനെ വഴിതെറ്റി ഇങ്ങനെ ചുമ്മാ അലയുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്ലാന്ന് പറഞ്ഞു, ഞങ്ങൾ ജസ്റ്റ് കറങ്ങാൻ വേണ്ടി ഒന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ആദ്യം കിന്നക്കോരെ പോകുന്ന റൂട്ടിൽ തന്നെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ അവർ പറഞ്ഞൊരു അമ്പലമുണ്ട്, ഒരു നല്ല അമ്പലം. സാധാ അമ്പലം പോലല്ല, അത് ഏറ്റവും ടോപ്പിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് മാത്രമല്ല അവിടെ മയിലുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ. എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം കിന്നക്കോരയ്ക്കുണ്ട്. അതായത് ഏകദേശം 1 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് കിന്നക്കോരയിൽ. ശരിക്കും അത്രയും നമ്മൾ പോകാനുണ്ട്. പക്ഷെ പോകുന്ന റൂട്ട് ഒരു ഒന്നൊന്നര റൂട്ടാണ്. അതെന്തായാലും നമുക്ക് വഴി അങ്ങനെ കണ്ടുപോകാം. അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോഴേ അവിടെ ഒന്ന് നിർത്തി. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല ആസ്വദിച്ചിട്ട് വരാമെന്ന്.
നിങ്ങളിപ്പോൾ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ആ മലനിരകളില്ലേ, അതിലൂടെ വേണം നമുക്ക് കിന്നക്കോരയിലേക്ക് നാളെ പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കണ്ടുവന്ന ആ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മേൽക്കുണ്ട വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ ഇപ്പോൾ പോയിട്ടുള്ളൂ. നമ്മൾ തിരിച്ചു വന്നു. ഇനി നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റാവണം. നാളെ എന്തായാലും രാവിലെ ഇറങ്ങി പോകേണ്ടതല്ലേ. സമയം ഏകദേശം 5:30 അടുത്തായി. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ടാകും ബാക്കി കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ വഴിയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ശ്രീ അണ്ണാമലൈ മുരുകൻ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഈ അമ്പലം ഇത്രയും ടോപ്പിലായതുകൊണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു വൈബുള്ള സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ ഞാനും വൈശാഖും ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കയറി. അപ്പോൾ ഇനി അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ മരം ഇവിടെ ഉള്ളത് പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഒരു പ്രത്യേക ടൈപ്പ് മരമല്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് രാവിലെ മഞ്ചൂരിയൊക്കെ എത്താൻ വേണ്ടി വന്ന വഴികളില്ല, അതാണ് ഈ താഴോട്ട് നോക്കിയാൽ കാണുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നമ്മൾ നേരത്തെ വന്ന വഴികളും എല്ലാം കാണാം. അതുപോലെ ഇവിടെ മുരുകൻ്റെ അമ്പലമായതുകൊണ്ട് ഒരുപാട് മയിലുണ്ട് കേട്ടോ ഈ ഏരിയാസിൽ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഞാനും വൈശാഖ് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെറിയൊരു അമ്പലം ഉണ്ടെന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതധികം ദൂരമൊന്നുമില്ല, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കുറേ മയിൽ മാത്രമല്ല വേറെയും കിളികളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ ഒരു കാം അറ്റ്മോസ്ഫിയർ കേട്ടോ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ വന്നാൽ മതി. അപ്പം ചെറിയ ചെറിയ കിളികളെ സൗണ്ട് ഉണ്ടാവും. വേറെ അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, നല്ല കാഴ്ചകൾ. അതുപോലെ ഇതൊരു ടോപ്പിലുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള താഴെയുള്ള പല കാഴ്ചകൾ ഇവിടുന്ന് നോക്കിയാൽ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കിന്നക്കോരയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരു ബസ് വന്ന് നമുക്ക് അത്രയും സ്ഥലമില്ലാത്തൊരു റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ റോഡൊക്കെ
ചുരുങ്ങി ചുരുങ്ങി വരും. നേരത്തെ കണ്ട വീതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതനുസരിച്ചിട്ട് വേണം നമുക്കിനി നോക്കിയും കണ്ടൊക്കെ പോകാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു വേറൊരു പ്രത്യേക ഒരു ലോകത്തായിരിക്കും പോകുന്നത്. അവിടെ അധികം ആൾക്കാരുണ്ടാവില്ല, ഒരു ശല്യം ഉണ്ടാവില്ല, അതുപോലെ വേറെ പ്രത്യേകിച്ച് ഒരു സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ നിർത്തി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് വിട്ടു. ഇപ്പോഴും നമ്മൾ കിന്നക്കോരയുടെ ഒരു പാർട്ടിലും എത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് ഇനി ഏകദേശം 1 മണിക്കൂറോളം സഞ്ചരിക്കാനുണ്ട് കിന്നക്കോരയിലേക്ക്. പോകുന്ന വഴി നമുക്ക് കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പോൾ വന്നൊന്ന് നിർത്തി. ഇവിടെ ബസ് പോകുന്നതാണ് കാണുന്നുണ്ട്. പക്ഷേ കിന്നക്കോരയിലേക്ക് ബസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നല്ലൊരു സ്ഥലം. റൈറ്റ് സൈഡിൽ പോസ്റ്റ് ഓഫീസ്, ചെറിയൊരു കവല, പാലം, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇന്ന് പുറപ്പെട്ടപ്പോൾ നമ്മൾ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ആകെ ഇട്ടത് ഗ്ലൗ മാത്രമാണ്. ഗ്ലൗ എന്തായാലും ആവശ്യം വരും, കാരണം നല്ല തണുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലൗ ഇല്ലാണ്ട് പറ്റില്ല. പക്ഷേ ജാക്കറ്റും റെയിൻ കോട്ടും എടുത്തിട്ടില്ല, കാരണം നമുക്ക് ആസ്വദിച്ച് പോകണമെങ്കിൽ നമുക്ക് ജാക്കറ്റും റെയിൻ കോട്ടും ഒന്നും പറ്റില്ല. അതുപോലെ നമ്മളത്ര സ്പീഡിലൊന്നും അല്ലല്ലോ പോകുന്നത് ഈ റൂട്ടിലൂടെ. നമ്മൾ മെല്ലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് DSLR വീഡിയോസൊക്കെ എടുത്ത് തരുന്ന വൈശാഖാണ്. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി. അതായത് കുറച്ച് നല്ല കാണാൻ രസമുള്ള വീടുകൾ മാത്രം ഒരു സ്ഥലത്ത്, നല്ല രസമുണ്ടാകും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റോഡിൻ്റെ വീതി കുറഞ്ഞു വന്നു. നമ്മൾ കിന്നക്കോരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ചാലഞ്ചസൊക്കെ വരാൻ പോകുന്നത്. പക്ക ഫോറസ്റ്റ് റൂട്ടിലേക്ക് നമുക്ക് എന്തായാലും പ്രവേശിക്കണം. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ബൈസണാണ്. അതുപോലെ വേറെയും മൃഗങ്ങളുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ റൂട്ടിലധികം വണ്ടികളില്ല. നമ്മുടെ ബൈക്ക് മാത്രമേ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ ഈ സമയമൊക്കെ. പിന്നെ ബസ് ഈ റൂട്ടിൽ അങ്ങോട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നേരത്തെ കണ്ട ബസ് ചിലപ്പോൾ ആ കവല വരെ വരാൻ ചാൻസ് ഉള്ളൂ, ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ വീതി കുറവാണ്. ഏത് നിമിഷം നമുക്ക് ബൈസണിൻ്റെ അറ്റാക്ക് ഉണ്ടാകും, അതൊരു പ്രശ്നം. നമുക്ക് പെട്ടെന്ന് ഈ വളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സേഫായിട്ട് വേണം പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ആ മൃഗത്തെ സ്പോട്ട് ചെയ്തു. ഇതെന്താ മ്ലാവാണെന്ന് തോന്നുന്നു, വരയാടല്ല, മ്ലാവാന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മളെ കണ്ട ശേഷം അങ്ങനെ താഴോട്ടത് പോയി. ഞാൻ കാട്ടുപോത്തിന് വിചാരിച്ചില്ല, അപ്പുറത്തേക്ക് ഈ സാധനം വന്ന്. നമ്മളിപ്പോൾ പക്ക ഫോറസ്റ്റ് റൂട്ടിലോട്ട് കയറി. നമ്മൾ ആ ഫോറസ്റ്റ് റൂട്ട് കയറുന്ന എൻട്രൻസിലാണ് നേരത്തെ മ്ലാവിനെ നമ്മൾ കണ്ടത്. പിന്നെ എന്തൊക്കെ മൃഗങ്ങൾ നമുക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഈ 2 റൂട്ടുണ്ട്. ഇതാണ് കിന്നക്കോര. അത് കിന്നക്കോര. നിങ്ങളിപ്പോൾ ഡിപ്രഷനിലിരിക്കുവാണ്, അതോ സങ്കടപ്പെട്ട് ഇരിക്കുവാണ്, എന്നിട്ട് നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ കണ്ട് എക്സ്പ്ലോർ ചെയ്യണം ഓരോ സ്ഥലത്ത് പോയിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് ഇതെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കിപ്പോൾ ഡിപ്രഷനോ ഒരു സങ്കടമോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ റൂട്ടിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം അത്രയും പേടിപ്പെടുത്തുന്ന ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാക്സിമം മെല്ലെയാണ് പോകുന്നത്, സ്പീഡ് എടുത്തിട്ട് ഒന്നും പോകുന്നില്ല. ഓരോ കോർണർ വരുമ്പോഴും മെല്ലെയാണ് പോകുന്നത്. കാരണം എവിടെയാണ് ബൈസൺ സ്പോട്ട് ചെയ്യുക, അത് ബൈസൺ മാത്രമല്ല വേറെ വല്ല മൃഗങ്ങളും ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ആന എന്തായാലും ഈ റൂട്ടിലില്ല, അത് ഉറപ്പാണ്. ആന ഉണ്ടെങ്കിൽ ആനയുടെ പെണ്ണുണ്ടാവും. ആന എന്തായാലും ഈ റൂട്ടിലില്ല, അത് ഉറപ്പാണ്. ഈ ബൈസണെ സ്പോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രശ്നം. കാരണം അവന്മാരെ അറ്റാക്ക് പറയാൻ പറ്റില്ല.
നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം എന്ന് വെച്ചാൽ നല്ല തണുപ്പ് വരുന്നുണ്ട്. ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ തണുപ്പ് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു റൂട്ട് കഴിഞ്ഞാൽ നമ്മൊരു വേറൊരു വേൾഡിലാണ്. ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് വേറൊരു വേൾഡിലാണ്. ഇതേപോലെ നമുക്ക് അരമണിക്കൂറോളം നമുക്ക് പോകാനുണ്ട്. ഈ ഒരു വേൾഡിൽ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. വേറെ വണ്ടികളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരത്തെ വരുമ്പോൾ റൈറ്റിലോട്ടൊരു റൂട്ട് കണ്ടില്ല, അതാണ് അപ്പർ ഭവാനി എന്തോ റിവർ പോയിൻ്റ് ഉണ്ട്, അതുപോലെ ഡാമുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് ഫുൾ കടത്തി വിടില്ല എന്നാണ് ബോർഡിലുള്ളത്. നമുക്ക് ചിലപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് വരെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ അങ്ങോട്ടുള്ള പ്രൈവറ്റ് ഏരിയ ആണ്, അതുപോലെ ഫോറസ്റ്റ് ഏരിയ ആണ്, അങ്ങോട്ട് കടത്തി വിടില്ല. ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ഇനിയിപ്പോൾ കിന്നക്കോരയ്ക്ക് അടുക്കും തോറും നമ്മൾ മെല്ലെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. മൊത്തത്തിലുള്ളൊരു സൗണ്ടാ ആ മറ്റേ എന്തോ ഇത് അവിടുന്ന് എക്കോ പോലെ ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഉണ്ടല്ലോ റൈഡിന്. ഇതിൻ്റെ ചെറിയ സൗണ്ട് കേൾക്കലുണ്ട് ഇതേപോലത്തെ, പക്ഷെ ഇതെല്ലാം ഒരുമിച്ചുള്ളത് കേൾക്കില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ചെറിയ സൗണ്ട് നമ്മളൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട് ഈ മലയോര പ്രദേശങ്ങളിൽ. പക്ഷെ ഇത്രയും വലിയൊരു സൗണ്ട് നമ്മൾ കേട്ടിട്ടില്ല. ഒരു പ്രത്യേക ഏരിയ എടുക്കുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത്. ആ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ അങ്ങനെ ഡിപ്രഷനോ അങ്ങനത്തെ സങ്കടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ വരാൻ നിൽക്കണ്ട, അത് കൂടുകയില്ല. സമാധാനമായിട്ട് ഈ റൂട്ടിൽ എന്തായാലും പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൗണ്ടൊക്കെ പോയി. പിന്നെ നമ്മൾ ഏതിൻ്റെ ഒരു ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഈ വീഡിയോ ഒക്കെ എത്തുമ്പോൾ. ആ റൈറ്റ് സൈഡിലൊക്കെ നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ വന്നപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്. ഇനിയിപ്പോൾ നമുക്ക് അധിക ദൂരമില്ല, ഏകദേശം ഒരു 5 കിലോമീറ്ററോളം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി കിന്നക്കോര എത്തും. കിന്നക്കോര എത്തിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, കിന്നക്കോരയും കഴിഞ്ഞ ഒരു ലാസ്റ്റ് വില്ലേജ് കൂടെ ഈ റൂട്ടിലുണ്ട്. ഹിയാസാഗി എന്ന് പറഞ്ഞ ലാസ്റ്റ് വില്ലേജ് ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട്. ഒരു നല്ലൊരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്തായാലും നിർത്തിയിട്ടൊന്ന് നോക്കാം. നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ ഇല്ല, അതെല്ലാം കേരളത്തിൻ്റെ ഏരിയ ആണ്. അതായത് ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം, അതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെയാണ് ഈ റൈറ്റ് സൈഡിലുള്ള ഏരിയാസ്. എന്തായാലും നല്ല രസമുണ്ട് ആ റൈറ്റ് സൈഡിൽ കാണാൻ. എന്തായാലും ഇവിടെ നമുക്കിപ്പോൾ എന്തായാലും നിർത്താൻ പറ്റില്ല. അപ്പം കിന്നക്കോര എത്തിയിട്ട് അങ്ങനെയുള്ള ഏരിയാസിലോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇതിപ്പോൾ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഇതിൻ്റെ 2 സൈഡും ഡേഞ്ചറാണ്. നമ്മൾ ആ മലയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു സ്ഥലത്ത് നിന്ന് കാണുന്ന മല, ആ മലയുടെ മുകളിലൂടെയാണ് ഇപ്പം നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കിന്നക്കോരയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. ചെറിയ ചെറിയ വില്ലേജൊക്കെ വന്നു തുടങ്ങി. നേരത്തെ നമ്മൾ വലതുഭാഗത്ത് കണ്ട ആ ക്ലൗഡ് ബെഡില്ലേ, അതൊക്കെ ഇപ്പം നമ്മളെ ഇടതുഭാഗത്ത് വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഈ റോഡിൽ വരുന്നവർ മാക്സിമം
ബൈക്കുമായിട്ട് വരാം. അത് മാത്രമല്ല, ഒറ്റയ്ക്ക് എന്തായാലും വരാൻ നിൽക്കരുത്. ഞാൻ ബൈക്ക് മാത്രം മതി എന്ന് പറഞ്ഞത്, കാറ് നിങ്ങൾക്കറിയാമല്ലോ ഈ റൂട്ടിൽ അത്ര സ്പേസ് ഇല്ല. അപ്പോൾ 2 വണ്ടികളോ ഞാൻ വന്നാൽ, വണ്ടികൾ എന്തായാലും വരില്ല ഈ റൂട്ടിൽ. അഥവാ 2 കാർ ഓപ്പോസിറ്റ് വന്നാൽ സൈഡിലുള്ള വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളങ്ങനെ ആ കിന്നക്കോരി എന്ന് പറഞ്ഞ വില്ലേജിലോട്ട് അങ്ങ് പ്രവേശിച്ചു. ഇവിടെ ഇപ്പോൾ കാറും ജീപ്പൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇവരൊക്കെ എങ്ങനെ വന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നല്ല പണി കിട്ടുന്ന ഏരിയ ആണ്. ഇവിടെ എന്തായാലും ബസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇതാണ് അപ്പോൾ കിന്നക്കോര എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു വില്ലേജ്. ഇനി ഇവിടുന്ന് എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് മുന്നോട്ട് പോകാം. നമ്മൾ ആ ലാസ്റ്റ് ഒരു വില്ലേജ് കൂടി ഉണ്ട്, ഹിയാസാക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ കൂടെ കണ്ടിട്ട് ബാക്കി സ്ഥലങ്ങളിലോട്ട് നമുക്ക് പോകാം. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണോ റൈറ്റ് ആണോ അറിയില്ല, എന്തായാലും റൈറ്റ് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഉള്ളവരൊക്കെ, ഇവിടെ താമസിക്കുന്നവരൊക്കെ ഒരു പ്രത്യേക വൈബുള്ളവരാണ് തോന്നിയിട്ടുണ്ട്. നമ്മൾക്ക് ആ വില്ലേജ് എത്തുമ്പോൾ തന്നെ അതിൻ്റെ ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നോക്കാൻ മനസ്സിലാവും. ഈ റൂട്ടിലോട്ട് വന്നപ്പോൾ വൈബ് പിന്നെ മാറിയില്ല. നേരത്തെ നമ്മൾ കുറച്ചുകൂടെ ഒരു വലിയ റോഡ് ഉണ്ടായിരുന്നു, ഇപ്പം ചുരുങ്ങി ചെറിയൊരു റോഡായി. കാരണം അതിൻ്റെ കാരണം അത് തന്നെ, നമ്മൾ ഏറ്റവും എൻഡിലാണ് പോകുന്നത്. അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയിലോട്ടാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും പക്ക ഫോറസ്റ്റാണ്. എവിടുന്ന് എന്താ വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേ നേരത്തെ ഉണ്ടാകാത്ത ആ കോടയൊക്കെ അങ്ങ് വന്നു തുടങ്ങി. നമ്മൾ ഏകദേശം ആ ടോപ്പിൽ അങ്ങ് എത്തി എന്ന് പറയാം. ചിലപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ കോട ഉണ്ടായിരുന്നില്ല, ആ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു, മൊത്തം കോടയായിരുന്നു. നമ്മളിപ്പോൾ സ്വർഗത്തിലോട്ടുള്ള റൂട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇപ്പം നമ്മൾ ആ ലാസ്റ്റ് വില്ലേജായ ഹിയാസാക്കിയിലോട്ട് പോയിട്ടുണ്ട്. പ്രൈവറ്റ് വേസ്റ്റ് മാത്രമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോകാം. ഒറ്റ വഴി വേറൊരു ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് നോക്കട്ടെ. ഹിയാസാക്കിയുടെ ഏറ്റവും എൻഡിലോട്ട് നമുക്ക് പോകാനുള്ള അനുവാദമില്ല. ഓൾറെഡി അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ അത് കടന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ
എന്തായാലും നമ്മൾ വിചാരിച്ചു നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വഴി ഇരിക്കാ കാണാൻ. ആ ആ ആ ആ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പിന്നെ ഒരു ലെഫ്റ്റ് എടുത്താൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ഞാനിങ്ങനെ വളക്കുന്നു ആലോചിക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണം. നമ്മൾ പാർക്ക് ചെയ്ത ഒരു അടിപൊളി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ നോക്കുമ്പോൾ നമ്മൾ 2 വഴിയാണെന്നുണ്ട്. നമ്മൾ ഇടത്തോട്ടാണ് പോകാൻ പറഞ്ഞത്. ഈ റൈറ്റുള്ള വഴി അത് ഫോറസ്റ്റ് ഓഫീസർ റൂട്ടിലേക്കുള്ള വഴിയാണ്. തമിഴ്നാട്ടിൻ്റെ അല്ല, കേരളത്തിൻ്റെ ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്, അവിടേക്കുള്ള വഴിയാണ്. അപ്പോൾ ലെഫ്റ്റ് എടുത്ത് നേരെ പോകാനായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് എടുത്തപ്പോൾ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് നല്ലൊരു ക്ലൗഡ് ബെഡൊക്കെ ഉണ്ട്. നമുക്കിനി ഈ തേയില പാടത്തിൻ്റെ ഇടയിലൂടെ കുറച്ചൊന്ന് ട്രെക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ഏകദേശം ആ വ്യൂ പോയിൻ്റ് അടുത്ത് എത്തി. ഇതാണ് ആ വ്യൂ പോയിൻ്റ്. നമ്മളിപ്പോൾ കാണുന്നതാണ് കേരളത്തിൻ്റെ ഏരിയ. രാവിലെ തന്നെ ഈ ക്ലൗഡ് ബെഡുമായിട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ ഏരിയ. അങ്ങനെ ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് നമ്മൾ മെല്ലെ തിരിച്ച് വിട്ടു. തിരിച്ച് നമ്മളെ ബൈക്കിൻ്റെ അടുത്ത് പോയിട്ട് ബൈക്ക് അവിടെ ഉണ്ടോ അത് നോക്കണം. എന്നിട്ട് നേരെ ഇനി കിന്നക്കോരങ്ങ് വിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഞാൻ ബൈക്ക് എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ബൈക്ക് കുറച്ചങ്ങ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജീപ്പ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഓഫീസറെ. അപ്പോൾ അവർ വഴി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതാ ബൈക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കിന്നക്കോരയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാളെ കണ്ടു. ബസ് ഉണ്ടോയെന്ന് ചോദിച്ചു. இங்கே பஸ்ஸு இருக்கா? பஸ் சர்வீஸ் போகுமா? ஆ ஊட்டுக்கு. ஆ ബസ്സൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, അല്ലേ ചോദിക്കുന്നു. അപ്പം അങ്ങനോട് ചോദിച്ചപ്പോൾ ഇവിടെ ഊട്ടിക്കുള്ള ബസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെ ഈ ബസ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് നമ്മൾ ഏകദേശം ആ ഫോറസ്റ്റ് ഏരിയ വിട്ടപ്പോഴൊരു ബസ് വരുന്നുണ്ട്. ബസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ ബസ്സും ഓപ്പോസിറ്റൊക്കെ വന്ന് ഇവരെങ്ങനെ മാനേജ് ചെയ്യും? അങ്ങനെ നമ്മൾ റൂമിലെത്തി. നമ്മൾ കിന്നക്കോര നേരെ തിരിച്ച് പോകുമ്പോഴാണ് നമ്മൾ കാഴ്ച കണ്ടത്. ഇത് നമ്മൾ നേരത്തെ പോയൊരു അമ്പലം ഉണ്ടായിരുന്നില്ല, മുരുകൻ്റെ അമ്പലം. അപ്പോൾ അവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിന്നക്കോരയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കിന്നക്കോരയിലെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരെ ഇനി ഇറങ്ങുന്ന
മുള്ളി വഴിയാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ മുള്ളി വഴി നമ്മൾ അട്ടപ്പാടി വഴി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.